ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമനത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ. ഗൾഫ് സന്ദർശനത്തിലുള്ള മുഖ്യമന്ത്രി എത്തിയ ശേഷമായിരിക്കും ആശയവിനിമയം നടത്തുക. അതിനുശേഷം പ്രഖ്യാപനം നടത്തുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. തീരുമാനം ഇപ്പോൾ കുവൈറ്റിന് പോയിരിക്കുകയാണ്. അദ്ദേഹം മനസ്സിലെ ഫൈനൽ ഡിസിഷൻ. അതുകൊണ്ട് സിയുമായിട്ട് ആശയവിനിമയം നടത്തിയതിനു ശേഷം മാർഷ് പറയും കേട്ടോ. വിജിനുണ്ട് വിവരങ്ങൾ നൽകാനായി. വിജിൻ, പ്രഖ്യാപനം മാറ്റിവെച്ചിരിക്കുകയാണ്. ഏറെക്കുറെ ആരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് ധാരണയായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വി എൻ വാസവൻ കൂടുതലായി പറഞ്ഞത്? ഈ മാസം 13-ാം തീയതിയാണ് ദേവസ്വം ബോർഡിന്റെ കാലാവധി അവസാനിക്കുന്നത്. ദേവസ്വം ബോർഡിന് നിലവിലുള്ള ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു നീക്കമൊക്കെ നേരത്തെ ആലോചനയിലുണ്ടായിരുന്നു. പക്ഷേ അത് നിലവിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് CPM എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡിനെയും പുതിയ ദേവസ്വം ബോർഡിനെയും തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൽ ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് തിരിച്ചെത്തിയ മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കിയത് തീരുമാനം എടുത്തിട്ടില്ല. മറ്റ് കാര്യങ്ങൾ അത് MV ഗോവിന്ദൻ പറയും. വൈകിട്ട് 4 മണിക്ക് MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിൽ പറയും എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ കുവൈത്തിലാണുള്ളത്. കുവൈത്തിൽ നിന്നും നാളെയാണ് മുഖ്യമന്ത്രി തിരിച്ചെത്തുക. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയാകും ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതാണ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും പല പേരുകൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഹരിപ്പാട് മുൻ MLA ആയിട്ടുള്ള TK ദേവകുമാറിന്റെ പേരാണ്. ദേവകുമാർ ഒരുപക്ഷെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരികയും ചെയ്യുന്നത്. അങ്ങനെ സമ്പത്തിന്റെ ഉൾപ്പെടെ പേരുകൾ നേരത്തെയും പറഞ്ഞു കേട്ടതാണ്. ഇതിൽ ഒക്കെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമായിരിക്കും അന്തിമമായ പ്രഖ്യാപനം ഉണ്ടാവുക. മറ്റ് വിശദാംശങ്ങൾ എന്തായാലും അല്പസമയത്തിനകം 4 മണിക്ക് ചേരുന്ന വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ നടത്തുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും വ്യക്തമാക്കുക. നിലവിൽ എന്തായാലും വി എൻ വാസവൻ വ്യക്തമാക്കിയത് പ്രകാരം ആശയവിനിമയം നടന്നിട്ടുണ്ട്. പക്ഷേ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുമായി ആശയവിനിമയം നടത്തിയായിരിക്കും തീരുമാനമെടുക്കുക. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒപ്പം തന്നെ പുതിയ ദേവസ്വം ബോർഡിനെയും നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നു വന്നത് ഈ ദേവസ്വം ബോർഡിന്റെ കാലത്ത് അതിൽ സ്വർണ്ണപ്പാളി വിഷയം ഉൾപ്പെടെ ഉയരുകയും ഹൈക്കോടതിയിൽ നിന്നൊക്കെ വലിയ വിമർശനമൊക്കെ ഉയരുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലാവധി നീട്ടി നൽകേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ അതിനു മുമ്പ് ഈ കാലാവധി നീട്ടി നൽകാനുള്ള ഒരു തീരുമാനം ആലോചന ഒക്കെ ഉണ്ടായിരുന്നത്. അത് ശബരിമല മണ്ഡലകാലത്തിന് മുമ്പ് ഈ ദേവസ്വം ബോർഡിന്റെ കാലാവധി അവസാനിക്കുകയും പുതിയ പ്രസിഡന്റും ദേവസ്വം ബോർഡും വന്ന ശേഷം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യണം. അതിന് ചെറിയ കാലം മാത്രമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള ഭരണസമിതിയുടെ കാലാവധി മണ്ഡലകാലം കഴിയുന്നതുവരെ നീട്ടാമെന്നുള്ള ആലോചനയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് നിലവിൽ CPM ഉപേക്ഷിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാന കാരണം ഈ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലം തന്നെയാണ്. എന്തായാലും അല്പസമയം മുമ്പ് 4 മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കും.